Good morning. ഓഡിബിൾ ആവുന്നില്ലേ വോയിസ്? ഓക്കെ ഓക്കെ വെൽ, അറ്റൻഡൻസ് പറയാന്ന്. നമ്പർ 1 അക്ഷയ്, Present. അഞ്ജന, Present, sir. അനുശ്രീ, Present, sir. അഷ്ന, Present, അശ്വിൻ, sir. Present, sir. ഡൊമിനിക്, ഷീസ്, Present, sir. ആസിൽ, റൂഷൻ, Present, sir. റോഷ്നി, ഷാരോൺ, Present, sir. വിഷ്ണു, Present, sir. വൈഷ്ണവ്. Present, sir. ഓക്കെ, റോഷ്നി ഉണ്ടായിട്ടില്ല ഇന്ന്, ആബ്സെന്റ് ആയിരുന്നു ഇന്ന്. ആബ്സെന്റ് ആണോ? ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, സോ നമ്മൾ 5th മൊഡ്യൂൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ജസ്റ്റ് ഏതായിരുന്നു 5th മൊഡ്യൂൾ? നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ? ഏതാ 5th മൊഡ്യൂൾ? യെസ്, ഗ്ലോബൽ ഇഷ്യൂസ് അല്ലേ? ഓക്കെ, സോ ഐ തിങ്ക് ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലോബൽ ഇഷ്യൂസിൻ്റെത്. ദാറ്റ് ഈസ്, ഗ്ലോബൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനി ഇഷ്യൂ ദാറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എഫക്ട് ദി എൻറ്റയർ ഗ്ലോബൽ കമ്മ്യൂണിറ്റി അല്ലെ? നമ്മുടെ എൻറ്റയർ യൂണിവേഴ്സിനെ ഇഫക്ട് ചെയ്യുന്ന ഏതൊരു ഇഷ്യൂനെയും നമുക്ക് ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അത് എയ്തർ എന്ത് വേണേലും ആവാം. എൻവയോൺമെന്റൽ ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂ ആവാം, ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവാം, ഒരു എക്കണോമിക്കൽ ഇഷ്യൂ ആവാം. ഏത് രീതിയിലും നമ്മുടെ എൻറ്റയർ കമ്മ്യൂണിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഏതൊരു ഇഷ്യൂനെയും നമുക്കൊരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലോബൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ആ ഒരു എഞ്ചിനീയേഴ്സിന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇതുപോലെയുള്ള ഗ്ലോബൽ ഇഷ്യൂസും കാര്യങ്ങളെയും പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു 5th മൊഡ്യൂളിൽ നമ്മൾ മെയിൻ ആയിട്ടും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട് പറഞ്ഞത് അല്ലെ? ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട് പറയാനുള്ള റീസൺ എന്തായിരുന്നു? ഈ ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കാരണമാണ് ഇതുപോലെയുള്ള പല രീതിയിലുള്ള ഗ്ലോബൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഓൾ കൺട്രീസ്, എൻറ്റയർ കൺട്രീസ്, വേൾഡിലുള്ള എല്ലാ കൺട്രീസും ഒരു സിംഗിൾ ഫ്രെയിമിലേക്ക് വരുന്ന ഒരു പ്രോസസ്സാണ് ഇന്റഗ്രേഷൻ ഓഫ് കൺട്രീസ്. അതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിൽ നിന്ന് റിസൾട്ട് ആവുന്നതാണ് ഇതുപോലെയുള്ള ഗ്ലോബൽ ഇഷ്യൂസ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ജസ്റ്റ് ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ഓക്കെ, സോ എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് നമ്മുടെ സിലബസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് യു ക്യാൻ സീ ഹിയർ, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. ഓക്കെ, സോ ഐ തിങ്ക് നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വഴി ഷോർട്ടായിട്ട് വി കോൾ ഇറ്റ് ആസ് MNCs. നമ്മൾ ഷോർട്ടായിട്ട് MNC എന്നാണ് പറയാറ് അല്ലെ? സോ ആക്ച്വലി വാട്ട് ഈസ് ആൻ MNC എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? Organizations who have established business in more than one country are called multinational corporations അല്ല? ഒന്നിലധികം കൺട്രീസിൽ, മോർ ദാൻ വൺ കൺട്രീസിൽ ബിസിനസ്സസ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഉള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനീസിനെയാണ് നമ്മൾ എന്ത് പറയുക? ജനറലി നമ്മൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ MNC എന്ന് പറയും. ഓക്കെ, മോർ ദാൻ വൺ കൺട്രീസിൽ അവരുടെ ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മോർ ദാൻ വൺ കൺട്രീസ് അവർക്ക് ബ്രാഞ്ചസ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ കമ്പനീനെ, ഏതൊരു കമ്പനീനെയും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ഒരു MNC ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് MNC. Then the headquarters are in the home country and the business is extended in many host countries. Okay, അപ്പൊ ഇവർ ഈ MNC എന്ന് പറയുമ്പോൾ ഇവർ ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൺട്രിയിലായിരിക്കും ഇവർ ആദ്യം ഇവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ? അപ്പൊ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇവർ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ട്
നല്ലൊരു സ്റ്റാൻഡേർഡിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഡിഫറെന്റ് കൺട്രീസിലേക്ക് ഇവരുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുക അല്ല. അപ്പൊ ഇവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇവരുടെ ഹോം കൺട്രി എന്ന് പറയുന്നത്. ഓഡിബിൾ ആവുന്നുണ്ടോ? ഇതിനിടക്ക് വോയിസ് ബ്രേക്ക് ആയിനാ ഇപ്പം കുറച്ചു നേരം. ഓക്കെ 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 സോറി. ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ, സോ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മുടെ MNCs, അപ്പൊ ഇവര് ആദ്യമായിട്ട് ഫസ്റ്റ് ഇവര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കൺട്രീനെയാണ് നമ്മൾ ഹോം കൺട്രി എന്ന് പറയും. അതുപോലെ അതിനുശേഷം ഇവർ എന്ത് ചെയ്യും, ഡിഫറെന്റ് കൺട്രീസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും അല്ലെ. അപ്പൊ ആ കൺട്രീസിനൊക്കെ നമ്മൾ ജനറലി ഹോസ്റ്റ് കൺട്രീസ് എന്നാണ് പറയും. അതായത് ഇവരുടെ ബിസിനസ് ഹോസ്റ്റ് ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്യാന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. സോ ദാറ്റ് ഈസ് ഹോം കൺട്രി ആൻഡ് ഹോസ്റ്റ് കൺട്രീസ്. ഓക്കെ, then the Western organizations doing business in the less economically developed countries gain the advantage of inexpensive labor, availability of natural resources, and virgin market for the products. ഓക്കെ, സോ ആ ഒരു പോയിന്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു MNC ആകുമ്പോൾ ഒരു ഹോം കൺട്രി ഉണ്ടാവും, പിന്നെ ഒരുപാട് ഹോസ്റ്റ് കൺട്രീസും ഉണ്ടാവും അല്ലെ. അപ്പോ സപ്പോസ് ഈ ഹോം കൺട്രി എന്ന് പറയുന്നത്, അതായത് ഇവർ ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങിയ ഒരു കൺട്രി എന്ന് പറയുന്നത് വെരി ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് സപ്പോസ് ചെയ്യാം. ഡെവലപ്ഡ് കൺട്രീസും അൺഡെവലപ്ഡ് കൺട്രീസും അറിയില്ലേ, നമ്മൾ പണ്ടേ പഠിക്കുന്നില്ലേ. ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസും ഉണ്ട്, അൺഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസും ഉണ്ട് അല്ലെ. സോ സപ്പോസ് ഈ ഹോം കൺട്രി എന്ന് പറയുന്നത് വെരി ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെന്ന് വിചാരിക്കുക. ആൻഡ് പിന്നെ ഇവർ ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വളരെ ലോ അല്ലെങ്കിൽ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ് അതിനുശേഷം ഇവർ ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കണേ, ഇവരുടെ ഹോം കൺട്രി എന്ന് പറയുന്നത് ഒരു ഹൈലി ഡെവലപ്ഡ് കൺട്രിയും അതുപോലെ തന്നെ അതിനുശേഷം ഇവർ ബിസിനസ് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്ന ബാക്കിയുള്ള കൺട്രീസ് ലെസ് ഡെവലപ്ഡ് കൺട്രീസും ആണെങ്കിൽ ഈ ഹോം കൺട്രീസിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഗെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്കെ, നമ്മുടെ ഹോം കൺട്രി എന്ന് പറയുന്നത് ഒരു ഹൈലി ഡെവലപ്ഡ് കൺട്രിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഹോസ്റ്റ് കൺട്രീസ് വെരി ലെസ് ഡെവലപ്ഡ് കൺട്രീസും ആണെങ്കിൽ ഈ ഹോം കൺട്രിക്ക് എന്തുണ്ട്, അവിടുന്ന് ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. ബെനിഫിറ്റ് എന്ന് പറയുമ്പം ലൈക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻഎക്സ്പെൻസീവ് ലേബർ അല്ലെ. ഇൻഎക്സ്പെൻസീവ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഹോം കൺട്രി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവരുടെ ബിസിനസ് എവിടത്തേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, പുതിയ ബ്രാഞ്ച് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബാക്കിയുള്ള അൺഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ് ഇവർ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ അൺഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് അവിടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത് അല്ലെ. കാരണം അവരുടെ രാജ്യം എന്ന് പറയുന്നത് അത്രയും ഡെവലപ്ഡ് ആയിട്ടില്ല, ഇക്കണോമിക്കലി വെരി ലെസ് ഡെവലപ്ഡ് ആണ് അവരുടെ കൺട്രി എന്ന് പറയുന്നത് അല്ലെ. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു പുതിയൊരു ബ്രാഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ചെറിയ പൈസക്ക് ചെറിയ സാലറിക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ലേബേഴ്സിനെ കിട്ടും അല്ലെ, ഒരുപാട് ആൾക്കാരെ നമുക്ക് കിട്ടും. സോ അതാണ് ഇൻഎക്സ്പെൻസീവ് ലേബർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണ്, നമ്മുടെ ഈ ഹോം കൺട്രീനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ, അല്ലെങ്കിൽ വലിയൊരു ബെനിഫിറ്റ് അല്ലേ. ഇവരൊരു പുതിയൊരു കൺട്രിയിൽ പോയിട്ട് ഇവർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടെ വളരെ ചെറിയ എമൗണ്ടിന് പണിയെടുക്കാൻ ആൾക്കാരെ കിട്ടുമെന്ന് പറയുന്നത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ. സോ അത് നമ്മുടെ ഹോം കൺട്രിക്ക് കിട്ടുന്ന വളരെ വലിയൊരു ബെനിഫിറ്റ് ആണ്.
ഓക്കെ. ആൻഡ് അതുപോലെ എന്താണ് അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റീസോഴ്സസ്. യെസ്, അതായത് ഇപ്പം ഈ ലെസ് ഡെവലപ്ഡ് കൺട്രിയിൽ ഇവർ പുതിയൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ ആ ഒരു ലെസ് ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഇക്കണോമിക്കലി ആയാലും അല്ലെങ്കിൽ എൻവയോൺമെന്റലി ആയാലും സോഷ്യലി ആയാലും ഡെവലപ്മെന്റ്സ് വളരെ വളരെ കുറവായിരിക്കും അല്ലെ. അപ്പൊ അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ ഫ്രഷ് ആയിരിക്കും അല്ലെ. അധികം പൊല്യൂട്ടഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിരിക്കില്ല. അതുപോലെ വേറെ ഒരു ആക്ടിവിറ്റീസും നടന്നിട്ടുണ്ടാവില്ല. അധികം ഡിസ്ട്രക്ഷൻ ഒന്നും ഇല്ലാത്തൊരു എൻവയോൺമെന്റ് ആയിരിക്കും ആ ഒരു കൺട്രീനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ആ ഒരു ലെസ് ഡെവലപ്ഡ് കൺട്രീസിലുള്ള നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തായിരിക്കും, നല്ല ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കും അല്ലെ. സോ ഇവർക്ക് എന്ത് കിട്ടും, ഈ ഹോം കൺട്രിക്ക് എന്ത് കിട്ടുന്നുണ്ട്, നല്ല വില ഫ്രഷ് ആയിട്ടില്ല, അല്ലെങ്കിൽ നല്ല പുതിയൊരു അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് കുറച്ചും കൂടെ കൂടുന്നുണ്ട് അല്ലെ. നല്ലൊരു പുതിയ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിലേക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതും എന്താണ്, ഈ ഒരു ഹോം കൺട്രീനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ. പിന്നെ അതുപോലെ എന്താണ് വെർജിൻ മാർക്കറ്റ് ഫോർ ദി പ്രൊഡക്ട്സ്. യെസ്, അതും കറക്റ്റ് ആണ് അല്ലെ. അതായത് നമ്മുടെ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എല്ലാ രീതിയിലും അവരെന്താണ് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, എല്ലാ മേഖലയിലും എടുത്ത് നോക്കിയാലും അല്ലെ. അപ്പൊ അവിടുത്തെ മാർക്കറ്റ് എന്ന് പറയുന്നതും എന്താണ്, ഈ ഹോം കൺട്രീനെ സംബന്ധിച്ചിടത്തോളം ഈ അൺഡെവലപ്ഡ് ആയിട്ട് കൺട്രിയിലുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വെർജിൻ മാർക്കറ്റ് പോലെയാണ്. വെർജിൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ അല്ലെ, ഫ്രഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പോലെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലെ. കാരണം അധികം ഡീലിങ്സോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കാത്തൊരു മാർക്കറ്റ് ആയിരിക്കും ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയിൽ എന്ന് പറയുമ്പോൾ. അപ്പൊ അതും എന്താണ് ഇവർക്ക് കിട്ടുന്ന വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അവിടെ എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ MNC എന്ന് പറയുന്ന ഈ ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത് കേട്ടോ. MNC എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു സംരംഭം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണ്, ഇത് മെയിൻലി നമ്മുടെ ഹോം കൺട്രീസിന് ഏതൊക്കെ രീതിയിലാണ് അത് അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നുള്ള കാര്യം. അതാണ് ആ ഒരു തേർഡ് പോയിന്റിൽ മെൻഷൻ ചെയ്തത്. അതായത് ഒരു ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോം കൺട്രി ആണെങ്കിൽ അവർ ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വളരെ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണെങ്കിൽ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും, ഇൻഎക്സ്പെൻസീവ് ലേബർ ഉണ്ടാവും, അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടാവും, ആൻഡ് അതുപോലെ തന്നെ വെർജിൻ മാർക്കറ്റ് ഫോർ ദെയർ പ്രൊഡക്ട്സ്. ഓക്കെ, സോ അതൊക്കെ എന്താണ് MNC കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് ഫോർ ദി ഹോം കൺട്രി. ഓക്കെ, ഇനി അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തും പറയാൻ പറ്റും, ഈ ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രീസിനും എന്തുണ്ട് ആ സെയിം ടൈം അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് അവർക്കും ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട് അല്ലെ. അതെന്തൊക്കെയാണ്, അതാണ് ആ ഒരു ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. അറ്റ് ദി സെയിം ടൈം ദ ഡെവലപ്പിംഗ് കൺട്രീസ് ആർ ഓൾസോ ബെനിഫിറ്റഡ് ബൈ ഫ്രഷ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ജോബ്സ് വിത്ത് ഹയർ റെമ്യൂണറേഷൻ ആൻഡ് ചാലഞ്ചസ്, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ആൻഡ് സെവറൽ സോഷ്യൽ ബെനിഫിറ്റ്സ് ബൈ ദ വെൽ ഡെവലപ്ഡ്. അപ്പൊ ഈ ഹോസ്റ്റ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്കും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ ഈ ഒരു MNC എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പം പറഞ്ഞ കേസ് തന്നെ, ഈ ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രീസ് വെരി ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണെങ്കിൽ അവർക്ക് എന്താണ് ഇങ്ങനെ പുതിയൊരു ബിസിനസ് വരുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും അല്ലെ. സോ അതെന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമല്ലേ, വളരെ വലിയൊരു ബെനിഫിറ്റ് ആണ് അവർക്ക്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമല്ലോ. പിന്നെ അതുപോലെ എന്താണ് അവരുടെ ആ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പം അവർക്ക് കിട്ടുന്ന ആ സാലറി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് എന്താണ് ഇത്തിരി ഒരു വലിയ എമൗണ്ട് തന്നെയാണ് അല്ലെ. കാരണം അവരുടെ ടോട്ടൽ കൺട്രി എന്ന് പറയുന്നത് തന്നെ എക്കണോമിക്കലി വെരി ലെസ് ഡെവലപ്ഡ് ആണ്. അപ്പൊ അവർക്ക് ആ കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത് ആ ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രീസിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് എന്താണ് വളരെ വലിയൊരു എമൗണ്ട് തന്നെയാണ് അല്ലെ. സോ ഹയർ റെമ്യൂണറേഷനും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അവരെ സംബന്ധിച്ച്. പിന്നെ എന്താണ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി. യെസ്, അതായത് നമ്മൾ ഈ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ ഹോം കൺട്രി ഇതുപോലെയുള്ള ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലേക്ക് ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവര് അവിടെയുള്ള എല്ലാ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും ഇങ്ങോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. അപ്പൊ ഈ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനെ സംബന്ധിച്ച്, അതായത് നമ്മുടെ ഹോസ്റ്റ് കൺട്രീസ് അല്ലെ, അപ്പൊ അവർക്ക് എന്താണ് പുതിയ രീതിയിലുള്ള ടെക്നോളജീസും എന്താണ് അവർക്ക് അവൈലബിൾ ആയിട്ട് വരും അല്ലെ. അതായത് ടെക്നോളജിക്കലിയും അവരുടെ കൺട്രി എന്ത് ചെയ്യും ഡെവലപ്പ് ആവാൻ തുടങ്ങും. അപ്പൊ അതും എന്താണ് ഈ ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രീസിനെ സംബന്ധിച്ച് അതും അവർക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ. പിന്നെ അതുപോലെ എന്താ സെവറൽ സോഷ്യൽ ബെനിഫിറ്റ്സ് ബൈ ദി വെൽത്ത് ഡെവലപ്ഡ്. ദാറ്റ് ഈസ് ഇതുപോലെയുള്ള MNCs ഈ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലേക്ക് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താവും, അവർക്ക് എന്ത് കിട്ടും, അവരുടെ വെൽത്ത് അതായത് അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് എന്ത് ചെയ്യും ഒരുപാട് ഇമ്പ്രൂവ് ആവും അല്ലെ. ആ കൺട്രീനെ സംബന്ധിച്ച് ഹോസ്റ്റ് ചെയ്യുന്ന ഈ കൺട്രീസിനെ സംബന്ധിച്ച് അവരുടെ ഇക്കണോമിക് സ്റ്റാറ്റസ് ഒരുപാട് ഇമ്പ്രൂവ് ആവും അല്ലെ. സോ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തന്നെ എന്താവും വളരെ നല്ല രീതിയിലേക്ക് ചേഞ്ച് ആവും അല്ലെ. അപ്പൊ അതൊക്കെയാണ് എന്തെന്ന് നമ്മുടെ MNC എന്ന് പറയുന്ന ഈ ഒരു കാര്യം കൊണ്ട് നമ്മുടെ ഹോസ്റ്റ് കൺട്രീസിന് കിട്ടുന്ന അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്.
ക്ലിയർ ആയോ പറഞ്ഞത്? MNCസിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. തേർഡ് പോയിന്റിൽ മീൻ ചെയ്യുന്നത് ഈ MNCs കൊണ്ട് ഹോം കൺട്രിക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് ആണ്. അതുപോലെ ഫോർത്ത് പോയിന്റ് പറഞ്ഞത് എന്താ? MNC കൊണ്ട് നമ്മുടെ ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രീസിൽ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ്. ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? ക്ലിയർ ആവുന്നില്ലേ? കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഓക്കെ അല്ലേ? എന്താണ് ആരും റെസ്പോണ്ട് ചെയ്യാത്ത? എടാ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതില്ല എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചോദിച്ചാലേ നിങ്ങൾ മിണ്ടൂല്ലേ? ഓക്കെ ഇതെ. അപ്പൊ അതാണ് MNC കൊണ്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. പിന്നെ ആ ലാസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ബട്ട് ദിസ് ഹാപ്പൻസ് ഇൻവാരിയബിളി disturbance, loss of jobs for the home country, loss or exploitation of natural resources, political instability for the host countries are some of the threats of globalization. ഓക്കെ, അപ്പൊ നമ്മൾ ആ തേർഡ് പോയിന്റിലും ഫോർത്ത് പോയിന്റിലും പറഞ്ഞത് MNC കൊണ്ട് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് ആണ് അല്ലെ. പക്ഷേ അതിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് സൈഡും കൂടെ നമുക്കുണ്ടല്ലേ. ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് കൊണ്ട് വളരെ രീതിയിലുള്ള ഒരുപാട് ഡിസഡ്വാൻറ്റേജസും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതാണ് ആ ഒരു ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ദാറ്റ് ഈസ് എന്താണ്, കൾച്ചറൽ വൈസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യലി നോക്കുവാണെങ്കിലും നമ്മളെ കൺട്രിക്ക് എന്തുണ്ടാവുന്നുണ്ട്, ഒരുപാട് രീതിയിലുള്ള ഡിസ്റ്റർബൻസസ്, അതായത് ഡ്രോബാക്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു MNC എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട്. അതായത് എന്താണ്, ഫോർ എക്സാമ്പിൾ ലോസ് ഓഫ് ജോബ്സ് ഫോർ ദി ഹോം കൺട്രി. ഓക്കെ, അപ്പൊ അതെന്താണ് ഞാൻ പറഞ്ഞു, ഹോം കൺട്രി എന്ന് പറയുന്നത് എന്താണ്, ഇവർ ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കൺട്രി, അതാണ് ഇവരുടെ ആ ഒരു പ്ലേസ്, അതാണ് ഹോം കൺട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അവിടുന്ന് ഇവർ നല്ല രീതിയിലേക്ക് ഡെവലപ്ഡ് ആയതിനു ശേഷം, അതായത് ഇവർ അത്രയും ഒരു ഹൈ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർ എന്ത് ചെയ്യുള്ളൂ, ബാക്കിയുള്ള ഡിഫറെന്റ് കൺട്രീസിലേക്ക് ഇവർ ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ ആ ഹോം കൺട്രിയിലുള്ള ആ ഒരു ബ്രാഞ്ചിനെ സംബന്ധിച്ച്, അതായത് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് അത്രയും ഡെവലപ്ഡ് ആയിട്ടുണ്ടാവും, അത്രയും ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് എന്തുണ്ടാവും, അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, അതായത് അവർ ആ ഒരു ലെവലിലേക്ക് അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് കുറച്ച് ആൾക്കാരെ വെച്ചിട്ടായാലും നമുക്ക് ഈ കമ്പനി റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഹോം കൺട്രി എന്ന് പറയുന്നത്. കാരണം അവർ ഒരുപാട് കാലങ്ങൾ കൊണ്ട് ഇത് എക്സ്പീരിയൻസ് ആയ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കഴിഞ്ഞ ആൾക്കാരായിരിക്കും അല്ലെ. സോ അവർ കോൺഫിഡന്റ് ആയിട്ട് മാറും. ഒരു കുറച്ച് ആൾക്കാരെ വെച്ചിട്ടായാലും നമുക്ക് നല്ല രീതിയിൽ കമ്പനി റൺ ചെയ്യാന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് അവർ വരും. അപ്പൊ അവരെന്ത് ചെയ്യും, അവിടെയുള്ള നമ്പർ ഓഫ് എംപ്ലോയീസ് അവർ കട്ട് ചെയ്യാൻ തുടങ്ങും. അതായത് കുറെ എംപ്ലോയീസിനെ അവരെന്ത് ചെയ്യും, പിരിച്ചുവിടാൻ തുടങ്ങും. ഓക്കെ, അപ്പോ ഈ ഹോം കൺട്രിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് എന്താണ്, അവിടെ ലോസ് ഓഫ് ജോബ്സ് ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അത് എന്ന് പറയുന്നത് നമ്മുടെ MNCന്റെ മറ്റൊരു ഓപ്പോസിറ്റ് സൈഡാണ്. അതായത് MNC കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹോം കൺട്രിയിലുള്ള ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഹോം കൺട്രി എന്ന് പറയുമ്പോൾ അവർ അത്രയും ലെവൽ ഓഫ് ഹൈ ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും, ഓൾറെഡി വെരി ഹൈ സ്റ്റാൻഡേർഡിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ആൾക്കാരെ വെച്ചിട്ടായാലും അവർക്ക് നല്ല രീതിയിൽ കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു കോൺഫിഡൻസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. സോ അവരെന്ത് ചെയ്യും, എംപ്ലോയീസിന്റെ എണ്ണം അവർ കട്ട് ചെയ്യാൻ തുടങ്ങും. സോ ലോസ് ഓഫ് ജോബ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അവിടെ റേസ് ആയിട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്ന് പറയുന്ന MNCന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ എന്താ, ലോസ് ഓർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. യെസ്, അതായത് എന്താണ്, ഈ ഹൈ ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ ഹോം കൺട്രി പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും, വളരെ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലായിരിക്കും അല്ലെ. അപ്പൊ അവർ അല്ലെ, സോ ഈ ഹോം കൺട്രിക്ക് എന്ത് കിട്ടുന്നുണ്ട്, അവിടെയുള്ള നാച്ചുറൽ റിസോഴ്സ് ഒരുപാട് രീതിയിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഈ നാച്ചുറൽ റിസോഴ്സ് അവർ വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ നാച്ചുറൽ റിസോഴ്സസിന്റെ എക്സ്പ്ലോയിറ്റേഷൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് എൻവയോൺമെന്റ് എന്ത് ചെയ്യും, കൂടുതലായിട്ടും പൊല്യൂട്ട് ആവാനും അല്ലെ അതുപോലെ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ആവാനുള്ള ഒരു ചാൻസ് ഇവിടെ കൂടുതലാണ്. സോ അതെന്താണ് നമ്മുടെ MNCന്റെ ഒരു ദൂഷ്യവശമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹോസ്റ്റ് കൺട്രീസിലുള്ള നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയും. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഇൻ ദി ഹോസ്റ്റ് കൺട്രീസ്, അതെന്താണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്.
പിന്നെ എന്താ, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഫോർ ദി ഹോസ്റ്റ് കൺട്രീസ്. യെസ്, അതായത് ഹോസ്റ്റ് കൺട്രീസിനെ സംബന്ധിച്ച് എന്താണ്, പുതിയൊരു സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്നിട്ടാണ് ഇവരുടെ രാജ്യത്ത് കമ്പനി തുടങ്ങുന്നത് അല്ലെ, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ ഒരു ഇങ്ങനെയുള്ള ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ വന്നിട്ട് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇവിടെയുള്ള പൊളിറ്റിക്കൽ ആൾക്കാരൊക്കെ ആയിട്ട് ഇവർ നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വൈസ് ആയാലും അല്ലെങ്കിൽ ഇക്കണോമിക്കൽ വൈസ് ആയാലും എല്ലാ രീതിയിലും എന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഈ ഒരു ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലേക്ക് അവരുടെ രീതി ഇവിടത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യും, അതും ഒരുപാട് രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് പൊളിറ്റിക്കലി ആയാലും അല്ലെങ്കിൽ സോഷ്യലി ആയാലും എല്ലാ രീതിയിലായാലും എന്തുണ്ട്, അതും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മുടെ MNCന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ബ്രീഫായിട്ട് MNCനെ പറ്റിയിട്ട് പറയാനുള്ളത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് MNC and what are the advantages and disadvantages of MNC. ക്ലിയർ ആയോ? എത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് MNCനെ പറ്റി പറയാനില്ല. ഓക്കെ അല്ലേ? MNC എന്താണ്, അതുപോലെ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഓക്കെ, ദെൻ നമുക്ക് നോക്കാനുള്ള കാര്യം മോറൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഹാവ് ടു ബി ഫോളോഡ് ബൈ MNCs. ഓക്കെ, അതായത് ഏതൊരു MNC ആയാലും ഏതൊരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആയാലും അവർക്ക് മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട സെർട്ടൈൻ ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ സെർട്ടൈൻ മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ്, എന്ത് വേണമെങ്കിലും പറയാം. ഏതൊരു MNC ആയാലും മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ആ മോറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്താ, MNC ഷുഡ് റെസ്പെക്ട് ദ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഹോസ്റ്റ് കൺട്രീസ്. യെസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. കാരണം വേറെ തന്നെ ഒരു രാജ്യത്തുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, പുതിയ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവർ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രീസിലുള്ള ആൾക്കാരുടെ റൈറ്റ്സിനെ മസ്റ്റായിട്ടും റെസ്പെക്ട് ചെയ്യണം. ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് അല്ലെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ MNC എന്ത് ചെയ്യണം, ഓൾവേസ് മസ്റ്റ് റെസ്പെക്ട് ദി ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ ഓഫ് ഹോസ്റ്റ് കൺട്രീസ്. ഈ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളിലെ ആൾക്കാരുടെ ഹ്യൂമൻ റൈറ്റ്സിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം MNC എന്ന് പറയുന്ന കാര്യം. സോ അത് അവർ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ അവർ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു മോറൽ പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ദ ആക്ടിവിറ്റീസ് ഓഫ് MNC ഷുഡ് ഗിവ് economical and transfer technical benefits and implement welfare measures of the workers of the host countries. അപ്പൊ ഏതൊരു MNC ആയാലും എന്തൊക്കെ ചെയ്തിരിക്കണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം എന്നാണ് ആ സെക്കൻഡ് പോയിന്റ് പറയുന്നത്. അതായത് എന്ത് വേണം, ഇപ്പൊ ഇവരും ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലേക്ക് പോയിട്ട് പുതിയ ബിസിനസ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഇവർ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവരെന്ത് വേണം, ഇവരുടെ രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങളും ഇവർ അവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ കൺട്രിയിലുള്ള ടെക്നോളജിക്ക് ആയാലും അല്ലെങ്കിൽ ഇവരുടെ കൺട്രിയിലുള്ള എക്കണോമിക്കൽ സ്റ്റാറ്റസ്, ഇക്കണോമിക്കലി ആയാലും എന്ത് വേണം, ഈ MNCs എപ്പോഴും എന്ത് വേണം, അല്ലെങ്കിൽ ഈ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് എപ്പോഴും എന്ത് വേണം, നമ്മുടെ ഹോസ്റ്റ് കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അവിടെ വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത്. അതായത് നമ്മുടെ ഹോസ്റ്റ് കൺട്രീസിനെ ടെക്നിക്കൽ വൈസ് ആയാലും ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇക്കണോമിക്കലി ആയാലും ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വെൽഫെയറിനും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, എപ്പോഴും ഒരു MNC വർക്ക് ചെയ്യേണ്ടത്. സോ അതാണ് ആ ഒരു സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത്, ദി മൾട്ടിനാഷണൽസ് മസ്റ്റ് റെസ്പെക്ട് ദി ലോസ് ആൻഡ് പൊളിറ്റിക്കൽ സെറ്റപ്പ് ബിസൈഡ്സ് കൾച്ചേഴ്സ് ആൻഡ് പ്രൊമോട്ട് ദി കൾച്ചേഴ്സ് ഓഫ് ഹോസ്റ്റ് കൺട്രീസ്. യെസ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതായത് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഹോം കൺട്രി ബാക്കിയുള്ള ഡിഫറെന്റ് കൺട്രീസിലേക്ക് പോയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ രാജ്യത്തുള്ള ആ ഒരു കൾച്ചർ അതേപോലെ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല അല്ലെ. അതായത് ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ ഓരോ കൺട്രീസിനായാലും അവരുടേതായിട്ടുള്ള കൾച്ചേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അവരെപ്പോഴും എന്ത് ചെയ്തിരിക്കണം, ഈ ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രീസിലുള്ള ആ കൾച്ചറിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഓരോ രാജ്യത്തിന്റെയും കൾച്ചറിനെയും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അവിടുത്തെ ലോസിനെയും അവിടുത്തെ പൊളിറ്റിക്കൽ സെറ്റപ്പിനും ഒക്കെ എന്ത് വേണം, എപ്പോഴും റെസ്പെക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് ആ തേർഡ് പോയിന്റ് പറയുന്നത്. ദ മൾട്ടിനാഷണൽ always should respect laws, political setup and cultures of the host countries. Okay,
Then fourth one, the multinational organizations should provide a fair remuneration to the employees of the host countries. If the remuneration is high as that of home country, this may create tensions, and if it is too low, it will lead to exploitation. ഓക്കെ, അതായത് എന്താണ്, നമ്മുടെ ഹോം കൺട്രി എപ്പോഴും എന്ത് വേണം, ഈ ഹോസ്റ്റ് കൺട്രീസിലുള്ള ആൾക്കാർ, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു ഫെയർ ആയിട്ടുള്ള രീതിയിലുള്ള റെമ്യൂണറേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ സാലറി ആയിരിക്കണം എപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് ഒരുപാട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല, അല്ലെ? അത് ഒരുപാട് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. കാരണം എന്താ, ഒരുപാട് കൂടിയാൽ, അതായത് ഈ ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രീസിലെ ആൾക്കാരുടെ ശമ്പളം ഇവർ ഒരുപാട് കൂട്ടിക്കൊടുത്താൽ അത് ഇവരുടെ ഹോം കൺട്രി അല്ലെങ്കിൽ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിനെ അത് എഫക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെ? ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഇക്കണോമിക്കൽ സ്റ്റാറ്റസിനെ ചിലപ്പോൾ ഇഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഒരുപാട് കൂടാനും പാടില്ല, അതുപോലെ ഒരുപാട് കുറയാനും പാടില്ല. കുറഞ്ഞാൽ എന്താണ്, അത് നമ്മുടെ ഹോസ്റ്റ് കൺട്രീസിനെ സംബന്ധിച്ച് അതും എന്താണ്, അവർക്ക് വളരെ വളരെ വലിയൊരു നഷ്ടമാണ്, അല്ലെ? സോ എപ്പോഴും എന്ത് ചെയ്യണം, MNCs ഒരു ഫെയർ ആയിട്ടുള്ള രീതിയിലുള്ള റെമ്യൂണേഷൻ ആയിരിക്കണം നമ്മുടെ ഹോസ്റ്റ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതാണ് നമ്മുടെ MNC മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യേണ്ട മറ്റൊരു മോറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഫൈനൽ വൺ എന്താണ്, multinational institutions should provide necessary safety for the workers when they are engaged in hazardous activities, and informed consent should be obtained from them. Adequate compensation should be paid to them for the additional risk undertaken. യെസ്, അത് ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? കാരണം വലിയൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി വന്നിട്ട് ഇതുപോലെയുള്ള ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഹോം കൺട്രീന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലേ? കാരണം ഇവിടെ അവർ പല രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് ചിലപ്പോൾ എൻഗേജ് ആവാം, അതും പല രീതിയിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം, അല്ലേ? സോ ഈ വർക്കേഴ്സിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഹോം കൺട്രിയിൽ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ അവരെന്ത് ചെയ്തിരിക്കണം, ഈ വർക്കേഴ്സിന്റെ ഇൻഫോം കൺസെന്റ് മസ്റ്റായിട്ടും കളക്ട് ചെയ്തിരിക്കണം. ഇൻഫോം കൺസെന്റ് നമ്മൾ മുന്നേ പറഞ്ഞല്ലേ, കൺസെൻസിനെ പറ്റിയിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടില്ലാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യണം, ഹോം കൺട്രി എപ്പോഴും എന്ത് വേണം, ഹോസ്റ്റ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആ ഒരു സമ്മതപത്രം അല്ലെങ്കിൽ ഇൻഫോം കൺസെന്റ് മസ്റ്റായിട്ടും വാങ്ങിയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ സേഫ്റ്റി എന്ത് ചെയ്യണം, എപ്പോഴും എൻഷുർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും ഈ ഒരു 5 കാര്യങ്ങളാണ് നമ്മുടെ MNCs മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസിക് ഹ്യൂമൻ റൈറ്റ്സിനെ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം. രണ്ടാമത്തത് എന്ത് വേണം, പുതിയൊരു കൺട്രിയിൽ പോയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കയ്യിലുള്ള ടെക്നോളജിക്കൽ വൈസ് ആയാലും ഇക്കണോമിക്കൽ വൈസ് ആയാലും അല്ലെങ്കിൽ വെൽഫെയർ ആ രീതിയിലായാലും എന്ത് വേണം, നമ്മുടെ ഹോസ്റ്റ് കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യണം എപ്പോഴും നമ്മുടെ ഹോം കൺട്രി എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ അതുപോലെ എന്ത് വേണം, ഹോം കൺട്രി എപ്പോഴും എങ്ങനെ ആയിരിക്കണം, ഹോസ്റ്റ് കൺട്രിയുടെ കൾച്ചറിനെയും അവിടുത്തെ ലോസിനെയും അവിടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനെയും ഒക്കെ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം. ദെൻ ഫോർത്ത് വൺ എന്താണ്, ഹോം കൺട്രി എപ്പോഴും ഹോസ്റ്റ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഫെയർ ആയിട്ടുള്ള രീതിയിലുള്ള സാലറി ആയിരിക്കണം എപ്പോഴും പ്രൊവൈഡ് ചെയ്യണം, മസ്റ്റായിട്ടും പ്രൊവൈഡ് ചെയ്യണം, അതും അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ ഫൈനൽ വൺ, ഇവരെന്ത് മസ്റ്റായിട്ടും എന്ത് ചെയ്തിരിക്കണം, ഹോസ്റ്റ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സേഫ്റ്റി മസ്റ്റായിട്ടും എൻഷുർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ MNCs ഫോളോ ചെയ്യേണ്ട മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? റിപ്പീറ്റ് ചെയ്യണോ ഞാൻ ഒന്നുകൂടെ? റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആയത്? ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് MNCs പറ്റിയിട്ട് പറയാനില്ല കേട്ടോ. ഇത്രയാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. ബേസിക് ആയിട്ട് എന്താണ് MNC, അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, പിന്നെ അതുപോലത്തെ MNCs ഏതൊരു MNC ആയാലും മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യേണ്ട മോറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം. അത്രയായാലും നമ്മുടെ MNC മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ദെൻ നമുക്കുള്ള ടോപ്പിക്, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ എത്തിക്സ് ആണ്. ഓക്കെ, സോ കണ്ടിന്യൂ ചെയ്തൂടെ എൻവയോൺമെന്റൽ എത്തിക്സ്? കണ്ടിന്യൂ ചെയ്യട്ടെ? ഓക്കെ, സോ എൻവയോൺമെന്റൽ എത്തിക്സ് ഞാൻ റീഡ് ചെയ്യാം ഫസ്റ്റ്. എൻവയോൺമെന്റൽ എത്തിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മോറൽ ഇഷ്യൂസ് concerning the environment and moral perspectives, beliefs or attitudes concerning those issues. Okay.
സോ എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ടും അവിടെ ഡീൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് മോറൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ആൻഡ് അതുപോലെ അത്തരത്തിലുള്ള ഇഷ്യൂസിനോട് ഉള്ള നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ കാഴ്ചപ്പാട് എന്താണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എൻവയോൺമെന്റൽ എത്തിക്സിൽ സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത്. അല്ല, അതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു എത്തിക്സ് ആണ് എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. Okay, it is a study of moral issues concerning the environment and moral perspectives, beliefs or attitudes concerning those issues. Okay, clear ആയോ? നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് കൺസേൺഡ് ആയിട്ട് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മോറൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ആൻഡ് ആ മോറൽ ഇഷ്യൂസിനോടുള്ള നമ്മുടെ ആൾക്കാരുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എൻവയോൺമെന്റൽ എത്തിക്സിൽ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? ഓഡിബിൾ ആവുന്നില്ലേ വോയിസ്? ഓക്കെ ഓക്കെ, സോ അതാണ് എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ എൻവയോൺമെന്റൽ എത്തിക്സിനെ പറ്റി പറയുമ്പം നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. കാരണം എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ എൻവയോൺമെന്റ് എന്താണ്, ഈസ് ഗെറ്റിംഗ് വേഴ്സ് ഡേ ബൈ ഡേ അല്ലേ. ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ എൻവയോൺമെന്റിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. പല രീതിയിലും അത് പൊല്യൂട്ടഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ. സോ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒരു സിലബസിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും പഠിക്കാൻ ഇട്ടിട്ടുള്ളത്. കാരണം എന്താണ്, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ട് ഏറ്റവും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അല്ലേ, നിങ്ങളുടെ പബ്ലിക്കിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് റിലേറ്റഡ് ഉള്ള ആൾക്കാർ നിങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്. സോ നിങ്ങൾക്കാണ് എന്തിന്റെ റെസ്പോൺസിബിലിറ്റി, ഈ പബ്ലിക്കിന് അല്ലെങ്കിൽ നിങ്ങളുടെ എൻവയോൺമെന്റിനെ സേവ് ചെയ്ത് നിർത്തുക എന്നുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മുടെ എഞ്ചിനീയേഴ്സിന് ഉള്ളതാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു സിലബസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് എൻവയോൺമെന്റൽ എത്തിക്സ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. എഞ്ചിനീയേഴ്സ് ഇൻ ദി പാസ്റ്റ് ആർ നോൺ ഫോർ ദെയർ നെഗ്ലിജൻസ് ഓഫ് എൻവയോൺമെന്റ് ഇൻ ദെയർ ആക്ടിവിറ്റീസ്. അതായത് നമുക്കറിയാം അല്ലെ, പണ്ട് തൊട്ടേ എന്താണ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് പല രീതിയിലും അല്ലെങ്കിൽ ഈ ഒരു എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ പല രീതിയിലും നെഗ്ലക്ട് ചെയ്യുന്നതായിട്ടാണ് പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിപ്പോ എഞ്ചിനീയേഴ്സ് എന്നല്ല, ഏത് ആൾക്കാരായാലും അങ്ങനെ തന്നെയാണല്ലേ. പണ്ട് തൊട്ടേ മനുഷ്യന്മാർ അങ്ങനെ തന്നെയാണ്, നമ്മുടെ എൻവയോൺമെന്റിനെ നെഗ്ലക്ട് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കാര്യങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ എന്താണ്, അത് ഇപ്പൊ തന്നെ മാറേണ്ട സമയം ഓൾറെഡി അതിക്രമിച്ചു കഴിഞ്ഞു അല്ലെ. കാരണം നമ്മുടെ എൻവയോൺമെന്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് മാറേണ്ട ടൈം ഓൾറെഡി കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. That is, it has become important now that engineers design eco-friendly tools, machines, sustainable products, processes and projects. These are essential now to ensure protection of environment, prevent the degradation of environment and slow down the exploitation of the natural resources so that the future generation can survive. പല രീതിയിലുള്ള ഇഷ്യൂസ് നമ്മളിപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പം ഡീഗ്രേഡേഷൻ ആയാലും അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ ആയാലും പല രീതിയിലും നമ്മുടെ എൻവയോൺമെന്റ് ഗെറ്റിംഗ് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ ഈ രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ കമ്മിങ് ജനറേഷൻ, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഈ ഒരു പ്ലാനറ്റിൽ ഒരിക്കലും സേവ് ചെയ്യാൻ പോകാൻ പറ്റില്ല അല്ലെ. അത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ തന്നെയല്ല, ഇപ്പൊ നമ്മൾ തന്നെ ആയാലും ഒരു 10-15 അല്ലെ 15-20 കൊല്ലങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിനേക്കാളും ഡേഞ്ചറസ് ആയിരിക്കും അല്ലെ. സോ ഇനിയെങ്കിലും നമ്മൾ എന്ത് വേണം, നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മൂവ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കമ്മിങ് ജനറേഷൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഈ ഒരു സ്ഥലത്ത് സർവൈവ് ചെയ്ത് പോകാൻ പറ്റില്ല. ഓക്കെ, സോ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ റെലവെന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ക്ലിയർ ആയോ? അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ജസ്റ്റ് എൻവയോൺമെന്റൽ എത്തിക്സ് എന്താ മീൻ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും അതിനോടുള്ള നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ പെർസ്പെക്ടീവ്സും ആറ്റിറ്റ്യൂഡ്സിനും ഒക്കെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു എത്തിക്സ് ആണ് എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ.
നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.